ഹലോ ഗെയ്സ്, ഇന്ന് ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ചൂര ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പം മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഗരം മസാല ഉണ്ടല്ലോ, ഗരം മസാല, ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടുന്നത് കറിവേപ്പില. ഇത് നമ്മളെ വീട്ടിലെ കറിവേപ്പില. അപ്പം നല്ല ഫ്രഷ് കറിവേപ്പിലാണെങ്കിൽ നമുക്ക് നല്ല മണം കിട്ടും. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ട് കൈ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. നല്ലതായിട്ട് എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ അത് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചൂര മീൻ ഇഷ്ടമുള്ളവരെ എല്ലാവരും ഇഷ്ടമല്ലേ ചൂര ഫ്രൈ ഒക്കെ. അപ്പം നമ്മളിത് ജസ്റ്റ് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് പിന്നെ നമുക്ക് ഈ കറിവേപ്പിലയുടെ കുറച്ച് കറിവേപ്പില ഇറുത്തിട്ട് അതിനകത്തിടാം. അതും കൂടെ കറിവേപ്പില നല്ലതായിട്ട് ഇത് ചെയ്യുക. അപ്പം നമ്മുടെ മീനൊന്നും ഒട്ടും പൊടിഞ്ഞു പോകത്തില്ല. എപ്പോഴും നമ്മൾ കറിവേപ്പില മീനകത്തും പാനകത്തും ഒക്കെ കറിവേപ്പില ഇട്ടാൽ ഒട്ടും പൊടിഞ്ഞു പോകത്തില്ല. അടുത്തതായി നമുക്ക് ചെറിയൊരു പാൻ വയ്ക്കാം. ചെറിയ പീസുകളായതുകൊണ്ട് നമുക്ക് ഈ പാനിനകത്ത് മതി ജസ്റ്റ്. അപ്പോൾ അതൊന്ന് നല്ല രീതിയിലൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് എണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഇവിടെ നമ്മൾ മില്ലിൽ ആട്ടിയ എണ്ണയാണ് മേടിക്കുന്നത്. അപ്പോൾ ഈ എണ്ണ നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഞാൻ ഈ രീതിയിലാണ് ചൂര ഫ്രൈ ചെയ്യുന്നത്. അതിനകത്ത് മറ്റൊരു ഇൻഗ്രീഡിയൻസും ചേർക്കാറില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ ചേർക്കാറുള്ളത്. അപ്പോൾ എണ്ണ പാനിൻ്റെ എല്ലാ വശത്തും ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് ചൂടാവുന്നിടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ കറിവേപ്പിലയുടെ തണ്ട് ഇതിൽ വയ്ക്കുക. അപ്പോൾ അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അറിയാലോ, മീൻ പൊടിഞ്ഞു പോകത്തില്ല. അപ്പോൾ നമ്മൾ തണ്ടുകൾ എല്ലാം അങ്ങോട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഈ പുരട്ടി വെച്ച മീൻ നമുക്ക് ഓരോന്നായി ഇതിനകത്തേക്ക് പറക്കി വയ്ക്കാം. ഓക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തരണേ. അപ്പം നമുക്ക് ഈ ചൂര ഓരോന്നും നമുക്ക് പറക്കി വയ്ക്കാം. ഓക്കെ. അപ്പം അതിൻ്റെ ഒരു നമുക്ക് എല്ലായിടത്തും എണ്ണ എത്തിക്കുന്ന ആ ഭാഗങ്ങളിലെല്ലാം മീൻ നമുക്ക് ജസ്റ്റ് പറക്കി വെച്ച് ഇത് ചെയ്യാം. ഓക്കെ. അങ്ങനെ മീൻ്റെ ഒരു ഭാഗം നന്നായി വേവട്ടെ. അങ്ങനെ ഒരു ഭാഗം നന്നായി വെന്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഓക്കെ. അതിൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് മറിച്ചിടാം. അങ്ങനെ നമ്മളെല്ലാ ഭാഗങ്ങളും മറിച്ചിട്ട് കഴിഞ്ഞു ഗെയ്സ്. അപ്പം നമ്മുടെ എല്ലാ ഭാഗവും മറിച്ചിട്ട് വീണ്ടും നമുക്കൊരു ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് വേവിക്കണം. എന്ന് വെച്ചാൽ നന്നായി വേവണം. അന്നേരം മീൻ ഓക്കെ. അന്നേരം മീൻ എല്ലാ ഭാഗത്തേക്കും എണ്ണ എത്തിയിരിക്കണം. എന്നാലേ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് മൊരിയത്തുള്ളൂ. ഓക്കെ. അപ്പം നമ്മുടെ ഓക്കെ, നമുക്ക് ശരി നോക്കാം. പേ ചെയ്യൂ. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കണ്ട ചൂര ഫ്രൈ റെഡി ആയിരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.